ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LDC എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഒറ്റയാനെ കണ്ടെത്താനാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. 6:38, പിന്നെ തന്നിരിക്കുന്നത് 9:85, 11:123, 15:227. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് 6:38 എന്ന് പറയുമ്പോൾ 6ൻ്റെ സ്ക്വയറുമായിട്ട് അടുത്തുള്ള നമ്പറാണ് നമുക്ക് മനസ്സിലായി. അങ്ങനെ ആകുമ്പോൾ ഇതെങ്ങനെ 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36 പ്ലസ് 2 വന്നു 38. ഇവിടെ നിന്ന് 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81 പ്ലസ് 4 വന്നു. അടുത്ത 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121 പ്ലസ് 2 വന്നു. അടുത്ത എത്രയാണ്? 225 പ്ലസ് 2 വന്നു. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളത് ഏതാ? ഇതിൽ മാത്രമേ 4 കൂടുതൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ളത് 9:85. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയോളൂ. (168 പ്ലസ് 72) divided by 9 into 3 divided by 2 into 1 plus 12/4. ന്യൂമറേറ്ററിൽ തന്നിരിക്കുന്നത് 168. നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 168 പ്ലസ് 72 ഡിവൈഡ് ബൈ 9 എത്രയാണ്? 8 72 അല്ലേ? 8 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് 12/4. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ 4 ഇൻറ്റു 1 ചെയ്യും. 4 പ്ലസ് 12 എത്ര വരും? 16 ഡിവൈഡഡ് ബൈ 4. ഇപ്പോൾ 4ന് 16 കൂടെ വെട്ടുമ്പോൾ എത്ര? 4 ടൈംസ് വരും. ഇപ്പോൾ 4 ഇൻറ്റു 2 8 ആണെന്നറിയാം. നമുക്കിത് എഴുതാം. 168 പ്ലസ് 3 എത്ര? 24 ഡിവൈഡഡ് ബൈ 24 എത്ര? 8. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 192. 168 170 172 20 192 ഡിവൈഡഡ് ബൈ 8. ഇപ്പോൾ എത്ര വരും? 2 പ്രാവശ്യം 16, 32 എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം 24 ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന നമ്പേഴ്സ് 6.10, 6.18, 6.25, 6.20, 6.10, 6.20, 6.21, 6.15. ആദ്യം നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതാം. നോക്കിയോളൂ. 6.10 പോയാ. ഓക്കെ, 6.10 എത്ര തവണ 6.10 വന്നിട്ടുണ്ട്? 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ 6.10. പിന്നെന്ത് വന്നിരിക്കുന്നത്? അത് കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാ വന്നിരിക്കുന്നത്? 6.10 കഴിഞ്ഞിട്ട് 6.15 ഉണ്ട് അല്ലേ? 6.15. പിന്നെ ഏതാ വന്നിരിക്കുന്നത്? പിന്നെ വന്നിരിക്കുന്നത് 6.18 ഇല്ലേ? 6.18. പിന്നെ വന്നിരിക്കുന്നത് ഏതാ? 6.20. 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 6.20, 6.20. പിന്നെ വന്നിരിക്കുന്നത് 6.25. അപ്പോൾ മൊത്തം എത്ര നമ്പർ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. എത്രയുണ്ട്? 1 2 3 4 5 6 7 8. ഇപ്പം മൊത്തം 8 നമ്പറാണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മീഡിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ 1 2 3 4 5 6 7 വന്നിട്ടുള്ളല്ലോ. ഒരു നമ്പർ മിസ്സിംഗ് ആണല്ലോ.
ഇടയ്ക്ക് 6.21 കൂടെ ഉണ്ട്. 6.20 കഴിഞ്ഞിട്ട് 6.21 കൂടെ ഉണ്ട്. അപ്പോൾ 8 നമ്പർ ആയല്ലോ. ഇനി നമുക്ക് മീഡിയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിലുള്ള 2 നമ്പറും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജാണ് എടുക്കേണ്ടത്. അപ്പം സെൻറ്ററിലുള്ള 2 നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ്? 6.10 1 2 3. ഇത് 3 പോകും. പിന്നെ ഏതാ? ലാസ്റ്റത്തെ 3 പോകും. അപ്പോൾ ഏതാ വരുന്നത്? 6.18 + 6.20/2 എന്നുള്ളതാണ് ആൻസർ. 6.18 + 6.20 എന്ന് വരുമ്പോൾ എത്ര കിട്ടും? 12.123 ഈ /2 ഇതാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരും? 6.19 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. അതായത് നമുക്ക് ആദ്യം തരുന്ന നമ്പറിന് ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ സെൻറ്ററിൽ വരുന്ന 2 നമ്പറാണ്. 8 നമ്പർ ആയതുകൊണ്ട് 4ാമത്തതും 5ാമത്തതും കൂടെ കൂട്ടി 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 7 നമ്പറേ ഉള്ളെങ്കിൽ നമുക്ക് 3 ഫ്രണ്ടിലത്തെയും കട്ട് ചെയ്യാം, 3 ലാസ്റ്റത്തെയും കട്ട് ചെയ്യാം. സെൻറ്ററിലുള്ള ആ 4ാമത്തെ നമ്പറായിരിക്കും മീഡിയനായിട്ട് വരുന്നത്. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUVGR എന്നും എഴുതിയാൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബ്ല്യുവും ഈ ജെയും തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്. അതായത് ഈ ജെയുടെ കൂടെ 13 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. ജെയുടെ കൂടെ +13 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യു കിട്ടും. ഇനിയും ഈ എച്ചിൻ്റെ കൂടെ 13 കൂട്ടുമ്പോഴാണ് യു കിട്ടുന്നത്. ഈ എച്ചിൻ്റെ കൂടെ 13 കൂട്ടുമ്പോഴാണ് യു കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ഐയുടെ കൂടെയും 13 കൂട്ടുമ്പോഴാണ് വി കിട്ടുന്നത്. ഇനി വരുന്ന നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. ജിയുടെ കൂടെ 13 കൂട്ടുമ്പോഴാണ് ടി വരുന്നത്. ആദ്യത്തെ ടേമിൻ്റെ കൂടെ 13 കൂട്ടുമ്പോൾ ജെ കിട്ടി. ഓക്കെ. രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ ആദ്യത്തെ ടേമിൽ നിന്ന് 13 കുറയ്ക്കുമ്പോഴാണ് ജെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറയ്ക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് ആൻസറിൽ നിന്ന് തിരിച്ചെടുക്കാം. ഓക്കെ. അതേപോലെ എച്ചിൻ്റെ കൂടെ 13 കൂട്ടുമ്പോൾ യു കിട്ടും. ഐയുടെ കൂടെ 13 കൂട്ടുമ്പോൾ വി കിട്ടും. പക്ഷേ ഈ ടിയിൽ നിന്ന് 13 കുറയ്ക്കുമ്പോഴാണ് ജി കിട്ടുന്നത്. അതേപോലെ തന്നെ ആണ് ബാക്കിയുള്ളതും വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലെ ഓപ്ഷനിലേക്ക് പോകാം. ആദ്യത്തെ 3 മാത്രം നോക്കുമ്പോൾ തന്നെ ഇതിൽ ആൻസർ കിട്ടും. അതുകൊണ്ട് ബാക്കിയുള്ളതിനെക്കുറിച്ച് നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 4 ഓപ്ഷനിലും ഓ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇനിയും ഈ എല്ലിൻ്റെ കൂടെ 13 കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പറാണ് നമുക്ക് നെക്സ്റ്റ് നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ എല്ലിൻ്റെ കൂടെ 13 കൂട്ടുമ്പോൾ എത്രയാണ്? MNOPQRSTUVWXY. അപ്പോൾ വൈ ഉള്ളതാണ് വരുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഓപ്ഷൻ അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇനി OY ഉള്ള ഓപ്ഷൻ കിട്ടി. ഇനി അടുത്തെന്താ? ഇവിടെ ഐയുടെ കൂടെ 13 കൂട്ടിയപ്പോഴാണ് വി കിട്ടിയത്. അങ്ങനെ വരുമ്പോൾ ഈ എയുടെ കൂടെ 13 കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പറാണ് അടുത്തത് എഴുതേണ്ടത്. എയുടെ കൂടെ 13 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് N ആണ്. അപ്പോൾ OYN ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ. ഇനി അടുത്തത് 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. 1നും 50നും ഇടയ്ക്കുള്ള ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. 1നും 50നും ഇടയ്ക്കുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2നും 48നും ഇടയിൽ വരുന്ന ഇരട്ട സംഖ്യകൾ എത്ര ഇരട്ട സംഖ്യകളുണ്ടാകും? 2നും 48നും ഇടയിൽ 24 ഇരട്ട സംഖ്യകളുണ്ടാവും.
ഇല്ലേ? 2നും 48നും ഇടയ്ക്ക് 24 ഇരട്ട സംഖ്യകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇരട്ട സംഖ്യകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നത് n ഇൻറ്റു n+1 ആണ് ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നത്. അപ്പോൾ n എത്രയാണ്? 24 ഇൻറ്റു 25 എന്ന് വരും. n ഇൻറ്റു n+1 എന്നുള്ളതാണ് ഇരട്ട സംഖ്യകൾ കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യമാണ് n ഇൻറ്റു n+1. അങ്ങനെ വരുമ്പോൾ 24 ഇൻറ്റു 24 + 1 25, 24 ഇൻറ്റു 24 + 1 25. അപ്പോൾ എത്ര വരും? 500 എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും. ഒരേ ചുറ്റളവുള്ളതെന്ന് പറയുമ്പോൾ സമചതുരമാകും. അപ്പോൾ നീളവും വീതിയും തുല്യം. ഓപ്ഷൻ സി. അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് എങ്കിൽ അനന്തുവും അമൃതയും തമ്മിലുള്ള ബന്ധം. അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു. അപ്പോൾ 2 പേരുണ്ട്. ഓക്കെ, നമുക്ക് അനന്തു ഉണ്ട്, അമൃതയും ഉണ്ട്. ഓക്കെ, അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവൻ്റെ അച്ഛൻ, അതായത് അനന്തുവിൻ്റെ ഫാദർ, അനന്തുവിൻ്റെ അച്ഛൻ അമൃതയുടെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. അമൃതയുടെ മുത്തശ്ശി എന്ന് പറയുമ്പോൾ അതിന് മുമ്പത്തെ തലമുറയായി. അപ്പോൾ മുത്തശ്ശി എന്ന് പറയുമ്പോൾ ആരാണ്? ഗ്രാൻഡ് പേരൻ്റായി അമൃതയുടെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. അപ്പോൾ ഗ്രാൻഡ്മയായി അമ്മൂമ്മയായി, അമ്മൂമ്മയുടെ മോന്. അപ്പോൾ 2 പേരുടെ അമ്മൂമ്മ ഒരാൾ തന്നെ. അപ്പോൾ ആരായി? ആങ്ങളെയും പെങ്ങളുമായി. അപ്പം അനന്തുവിൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. അപ്പോൾ അവർ രണ്ടും ഒരേ അച്ഛൻ്റെ മക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നോക്കുമ്പോൾ സഹോദരനാണ്. താഴെ തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോട് തുല്യമായത് എഴുതുക. മുഹമ്മദ് അൻസിൽ, സാനിയ മൻസിൽ, റൂർക്കേല 690732. മുഹമ്മദ് അൻസിൽ. അപ്പോൾ എല്ലാ ഓപ്ഷനിലും മുഹമ്മദ് അൻസിൽ കറക്റ്റാണ്. സാനിയ മൻസിൽ ZIL ആണ് വരുന്നത്. അപ്പോൾ SIL. അപ്പോൾ അത് ക്യാൻസലായിപ്പോൾ, ഇതല്ലെന്ന് മനസ്സിലായി. ഇനി അടുത്തത് റൂർക്കേല, RAUR ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ ROUR ആണ്. അടുത്ത RAUR ആണ് 690732. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ സി. അടുത്തത് 3, 8, 15, 24. ഇതിൽ അടുത്ത നമ്പറാണെന്ന് നോക്കുക. അടുത്ത നമ്പർ ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ നമുക്ക് ആദ്യം നോക്കാം. 3ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 3, 8, 15, 24. 3ൻ്റെ കൂടെ എത്ര കൂട്ടണം? 5 കൂട്ടുമ്പോൾ 8, 8ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 15, 15ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 24, 24ൻ്റെ കൂടെ 11 കൂട്ടുക, അപ്പോൾ 35. ഇനി അടുത്ത് തന്നിരിക്കുന്നത് 125 ഡിവൈഡഡ് ബൈ 8 ദ ഹോൾ റൈസ് ടു 2/3 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 625 ദ ഹോൾ റൈസ് ടു 1/2. ഇതിന് നമുക്ക് 125നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. 125നെ നമുക്ക് ക്യൂബ് റൂട്ടിൻ്റെ ഇതായിട്ട് എഴുതാം. 125നെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 125നെ ക്യൂബ് റൂട്ടായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 5 ക്യൂബ് എന്ന് എഴുതാൻ പറ്റില്ലേ? ഓക്കെ, 5 ക്യൂബ് ദ ഹോൾ റൈസ് ടു 2/3 ഡിവൈഡഡ് ബൈ 8ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്യൂബ് ദ ഹോൾ റൈസ് ടു
2/3 എന്ന് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതി. ഇതേപോലെ തന്നെ 16 നമുക്ക് എങ്ങനെ എഴുതാം? 4² 1/2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 625 നമുക്ക് എങ്ങനെ എഴുതാം? 25² 1/2 എന്ന് എഴുതാം. അങ്ങനെ ആകുമ്പോൾ 2 × 2 ക്യാൻസൽ ചെയ്തു. ഇവിടുത്തെ 2 × 2 ക്യാൻസൽ ചെയ്തു. ഇവിടുത്തെ 3 × 3 ക്യാൻസൽ ചെയ്തു. ഇവിടുത്തെയും 3 × 3 ക്യാൻസൽ ചെയ്തു. അപ്പോൾ എത്ര വന്നു? 5² എത്ര വന്നു? 25 ഡിവൈഡഡ് ബൈ 2² എത്രയാണ് വന്നത്? 4 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ കട്ട് ചെയ്ത് പോവും. 25 കട്ട് ചെയ്ത് 4 4 കട്ട് ചെയ്ത്. അപ്പോൾ ആൻസർ എത്ര വന്നു? 1. ഓപ്ഷൻ എ. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.